ഇത് കണ്ടോ, രാവിലെ തണുപ്പത്ത് എഴുന്നേറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഒന്ന് നടക്കാൻ പോകുന്നതാണ്. കാടും മലയൊക്കെ കയറി ഒരു ട്രക്കിങ്, ഒരു അടിപൊളി ട്രക്കിങ്, ഫോറസ്റ്റിനകത്തൂടെ കിളികളുടെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ട്. ഇന്ന് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് മൂന്നാറിലെ പോതമേട് ഒറ്റമരം എന്ന് പറഞ്ഞ ഏറ്റവും ഒരു പീക്ക് ടോപ്പ് പോയിന്റ് ആണ് കേട്ടോ. ഇവർ നമ്മുടെ ഗസ്റ്റാണ് കേട്ടോ, ഒരു ഫാമിലി. ഇവരോട് ഞാൻ രണ്ട് ഓപ്ഷൻ വെച്ചു. ഒന്ന് ഒരു സോഫ്റ്റ് ട്രക്കിംഗ്, അതായത് നമ്മൾ റോഡ് വഴി നടന്നു പോയി ഒരു നോർമൽ സ്ട്രൈറ്റ് റോഡ് വഴി പോയി കണ്ടിട്ട് വരാം. രണ്ടാമത്തെ ഒരു അഡ്വഞ്ചർ ട്രക്കിംഗ്. അപ്പോൾ അവർ ചൂസ് ചെയ്ത അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ് കേട്ടോ. പക്ഷേ അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവരുടെ വന്ന് നിൽക്കുന്ന കയറുന്ന കേട്ടോ. ഈ ഒരു വഴിയാണ് നമ്മളിങ്ങനെ കുത്തനെ നടക്കുന്ന കയറ്റം കയറിയാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്ത് സാധാരണ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഈ മരത്തിൽ ചെറിയൊരു വള്ളി, ഒരു കയർ, ചെറിയൊരു പ്ലാസ്റ്റിക് കയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മൾ ശരിക്കും ഫാമിലി കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് വഴി തന്നെ കൊണ്ടുപോയി, അതായത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതി നടന്നു പോയി വ്യൂ പോയിന്റ് കണ്ടിട്ട് വരുന്ന രീതിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ ഒരു അഡ്വഞ്ചർ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ വഴി വന്നത്. പക്ഷേ അവർ മാക്സിമം എൻജോയ് ചെയ്താണ് കയറി വരുന്നത്. ഇത് ശരിക്കും ഒരു ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ആയിട്ട് വരുന്നത്. പക്ഷേ വലിയ നമ്മുടെ ഫോറസ്റ്റിനകത്ത് കാണുന്ന വലിയ മരങ്ങളൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കാണാം നമുക്ക്. പക്ഷേ ഇതിൻ്റെ താഴെയായിട്ട് ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ചെടികളൊക്കെ. Yeah, just come. 70% we finished. See how he is going. He's already there. हाँ वो कट करता है. ये लीफ है ना लाइट कलर ग्रीन, ये कट करके लेके जाएगा. Normally the Munnar forest trekking will be from morning to evening. 4 o'clock they will start with the sunrise. After sunrise they will trek. They will finish at evening 6 o'clock or 7. It's full day trekking. You can see the animals and all. Where? It's in Kulukumala and Mishapulimala. നമ്മളിത് ഇത്രയും ബുദ്ധിമുട്ടി അത്രയും വലിയ കയറ്റമൊക്കെ കയറി മേളിൽ വന്നെങ്കിലും ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കാണുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഫുള്ളും മഞ്ഞായിരിക്കും, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇന്ന് നമുക്ക് ആ വ്യൂ, ആ ഒരു ഹില്ലേരി ഫുള്ളായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ലീസിന് 99 വർഷത്തേക്ക് ടാറ്റ ലീസിന് എടുത്തിരിക്കുക, ഗവൺമെന്റ് സ്ഥലം. ആ അതെ അതെ അതെ. ഇനിയിപ്പോൾ ടാറ്റയുടെ അല്ലേ, ഇനിയൊരു മാറ്റം ഇല്ലല്ലോ. അതെ അതെ. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റ് അല്ല, മീൻസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആ ഇവിടെ വരെ ടാറ്റയുടെ മീൻസ് ഗവൺമെൻറ് ആയിരുന്നു. അത് പ്രൈവറ്റ്, അതെല്ലാം പ്രൈവറ്റ്. അത് ഏലം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. കളയൊക്കെ കയറി കിടക്കുക, ഭയങ്കര മെയിൻ്റെനൻസ് ആണെന്ന് പറയാമല്ലോ. ഒരു 100 വർഷം ഒരു ചെടിയുടെ ലൈഫ് പറയുന്നത്, 100 വർഷം. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിവശം കാണുമ്പോൾ അറിയാമല്ലോ. ഇതുണ്ടോ, തടിയുണ്ടോ അതിൻ്റെ? ശരിക്കും ഇത് മരമാണ്. നമ്മൾ നട്ടിട്ട് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മരം പോലെ പോകും. കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നുണ്ട് ഇങ്ങനെ. ഏയ് നല്ല തണലൊക്കെ കൊടുത്ത് ചിലപ്പോൾ പിടിക്കായിരിക്കും, വീട്ടിലൊക്കെ വയ്ക്കാൻ കൊള്ളായിരിക്കും. വെയിൽ വേണം, പക്ഷെ എന്നാൽ തണുത്ത കാലാവസ്ഥ വേണം. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മെയിൻ റോഡ്, ഹൈവേ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കുറേ കുരങ്ങന്മാർ ചാടി കളിക്കുന്ന നമുക്ക് കാണാൻ കേട്ടോ, കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും. ये मालूम है आपको, कार्डमम, इलायची. हाँ टी नहीं, इलायची. नीचे देखो, ये सब इलायची का. हाँ നമ്മൾ ഫസ്റ്റ് കയറി വന്ന ഒരു ഏലത്തോട്ടത്തിൽ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തേയിലത്തോട്ടത്തിനകത്ത് കയറി. അതിനുശേഷം വീണ്ടും ഒരു ഏലത്തോട്ടത്തിനകത്തൂടെ കയറി അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു പക്ക ഫോറസ്റ്റ്, ഒരു ഡീപ്പ് ഫോറസ്റ്റിനകത്തൂടെ നമ്മൾ നടന്നു പോകുന്നൊരു ഫീലാണ് കേട്ടോ. സൗണ്ട് ആയാലും കാര്യങ്ങളായാലും എല്ലാം. ഇവിടെ എത്തുമ്പോൾ കുറേ യൂക്കാലിസ് മരങ്ങളൊക്കെ കാണാം നമുക്ക്. हाथी का लिए वो ग्रास है ना, ग्रीन कलर, वो चाहिए. इधर आता है बाम्बू से ना, बाम्बू वो खाता है. बाम्बू से तो आता है. एक वीडियो बना रहा है पूरा. हाँ ഇവരുടെ സംശയങ്ങൾ, ഇവിടെ ആന വരുമോ, പുലി വരുമോ, ആന എന്തൊക്കെ കഴിക്കുന്നത്, ഇതൊക്കെ ആട്ടോ ഇവർ ചോദിക്കുന്നത്.
ശരിക്കും ഇവിടെയൊക്കെ ആന വരുന്നത് കേട്ടോ. ആനയും പുലിയുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ. ഈ വരുന്ന വഴിയിലെല്ലാം നമ്മൾ ആനയും ആനപ്പിണ്ടം ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിതേ താഴ്ന്ന് കയറി വന്നപ്പോൾ കണ്ട യൂക്കാലീസിൻ്റെ ഒരു ഭാഗം എത്തിയോട്ടോ. ഇവിടെ നിന്നാണ് അടുത്തൊരു വ്യൂ പോയിന്റ് വരുന്നത്. ഈ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ വീണ് കിടക്കുന്നതാണ് കണ്ടോ. അപ്പോൾ ഈ അടുത്ത രണ്ടാമത്തെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ കാലാവസ്ഥ കേട്ടോ. ടൈം ഇത്രയെങ്കിലും നല്ല ഒരു തണുപ്പും അതുപോലെ ആ സൺലൈറ്റൊക്കെ കറക്റ്റ് ആ ഹില്ലിൻ്റെ ടോപ്പിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് ഇന്ന് വരുമ്പോൾ കാണാനായിട്ട്. നമ്മളിപ്പം കാണാൻ പോകുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാറിൻ്റെ ഏറ്റവും ടോപ്പ് പീക്കിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അടിമാലി ആനച്ചാൽ ആ ഒരു സൈഡ് ഫുള്ള് നമുക്ക് കാണാം. അതുപോലെ ഓൾമോസ്റ്റ് ആനച്ചാലുള്ള റിസോർട്ടുകളും ബിൽഡിങ്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്കുമ്പോൾ കാണാം. That's why I told you should have to come this place. Keep some effort. That's a main road from Adimali, Cochin direction. You'll go back from the Munnar town is that side, and you're going back to this side. Today you're going to move. These are the rare scenes. We will not get daily like this because the half portion is sunlight, and this side we can see the cloud. Sometimes the cloud bed will be visible. Like, yeah, it will be very beautiful. ഇവർ ശരിക്കും നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടടിച്ച് നിൽക്കുക കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൂന്നാറൊക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് മാറിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിനകത്തൊക്കെ സമാധാനമായിട്ട് നമുക്ക് കയറി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. അതുപോലെ ഇതുപോലുള്ള വ്യൂ പോയിൻറ്റും കിളികളുടെ സൗണ്ടും മാത്രം. ലെക്കുണ്ടെങ്കിൽ നമുക്ക് ആനിമൽ സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ശല്യമില്ല, സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലം. കഴിഞ്ഞ ദിവസം ഞാൻ ഗസ്റ്റുമായിട്ട് വന്നപ്പോഴത്തേക്ക് 2 കുറുക്കന്മാരുണ്ടായിരുന്നു ഇവിടെ. കുറുക്കനെ കണ്ടു, പക്ഷേ നമ്മളെ കണ്ട ഉടനെ തിരിഞ്ഞ് ഓടിക്കളഞ്ഞിട്ടോ. പക്ഷേ തിരിഞ്ഞ് ഓടിയപ്പോഴാണ് എനിക്ക് കുറുക്കനാണെന്ന് മനസ്സിലായത്. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടോപ്പ് പീക്കിലേക്ക് പോകുന്നില്ല, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതേ ഫോട്ടോ എടുത്തിട്ട് അവർ തിരിച്ചു വരുന്നില്ല, അവിടെ നിൽക്കുക. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം നമ്മുടെ ഈ ടാറ്റയുടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ലയ റൈറ്റ് സൈഡിലായിട്ട് കാണാം. പിന്നെ ഇവിടെ എല്ലാം ഇതേ ഫുള്ള് റിസോർട്ട്, ഹോട്ടൽസ്, ബിൽഡിങ്സ് ആണ് ഈ വൈറ്റ് കളർ കാണുന്നതെല്ലാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഈ തേയിലയുടെ തളിര് കൊണ്ടുപോയിട്ടാണ് തേയില പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ കണ്ടോ ഹോട്ട് എയർ ബലൂൺസ് ഒക്കെ ആണ്. അതായത് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ കയറി നിന്നിട്ട് എന്താ പറയുന്നത്, അതിൻ്റെ അടിയിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ കയറി നിന്നിട്ട് ബലൂൺ ഇങ്ങനെ പൊങ്ങി പോകും. നല്ല ഹൈറ്റിൽ പോകും. അത്യാവശ്യം നമുക്ക് നല്ല അടിപൊളി വ്യൂസ് ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്. നമ്മൾ അങ്ങോട്ട് പോയത് ഈ വഴിയല്ല കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴത്തെ ഏലത്തോട്ടത്തിനകത്തോടെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ 2 സൈഡിലും ടീ പ്ലാന്റേഷനും അതുപോലെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഫോറസ്റ്റ് ഒക്കെ കാണുന്ന രീതിയിൽ വേറൊരു വഴി കൂടെയാണ് കേട്ടോ ഗസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മളത് വ്യൂ പോയിന്റ് കണ്ടിട്ട് നേരെ തിരിച്ച് നമ്മൾ കയറി വന്ന ആ ഒരു വഴി നടത്തി കേട്ടോ. അപ്പോൾ അവർ ആലോചിക്കും ഇതുവഴി ഇറങ്ങണോ അതോ റോഡിലൂടെ പോകണമെന്ന്. അപ്പോൾ വീണ്ടും ഒരു അഡ്വഞ്ചർ തന്നെ ചൂസ് ചെയ്ത് ഇതുവഴി തന്നെ പോകാൻ നമുക്കെന്ന് പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഇതുവഴി തന്നെ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ കയറി പോയതിനൊക്കെയും കുറച്ചുകൂടെ റിസ്ക് ആണ് കേട്ടോ തിരിച്ചിറങ്ങുമ്പോൾ. എന്ന് വെച്ചാൽ സ്ലിപ്പായി താഴേക്ക് നമുക്ക് സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അട്ടയുടെ ശല്യം കുറവുണ്ട് കേട്ടോ. മഴയുള്ള സമയത്താണെങ്കിൽ ഫുൾ അട്ടയാനെ, നമ്മുടെ കാലിലെല്ലാം അട്ടയാനെ. അട്ടയെന്ന് പറയാൻ തോട്ടപ്പുഴു എന്നൊക്കെ പറയില്ലേ, ഈ ചോര കുടിക്കുന്ന അട്ട, അതാണ്. వంశీ అదంతా పట్టలేదు ఊడొచ్చేది దాంతో పాటు మొత్తం ముగ్గురు వెళ్ళిపోతారు అప్పుడు కిందకి గట్టి రావుతే జస్ట్ టేక్ సపోర్ట్ తీసుకోండి అంతే. Yes for a support, not టైం అవుట్ आग में आ रहा है वो क्या मधुमक्खी okay. पूरा एक ही थोड़ा थोड़ा डिफरेंस. मंगी എന്ന് പറയും തമിഴില തേനീട്ടിക മങ്കി കോത്തി ഇവിടെ കുരങ്ങൻ കൊഞ്ചം കൊഞ്ചം ഡിഫറൻസ്. തമിഴില ഇങ്ങ വാ ഇട്ടുടാ, മലയാളത്തില ഇവിടെ വാ, ശരിയാ കൊഞ്ചം കൊഞ്ചം ഡിഫറൻസ്. थोड़ा देर रुकेगा तो पूरा फिर मलयालम भी सीख लेता हूँ. तमिल आदमी दुबई में था मैं अंकल साहब നോക്കി వంశీ నడు వంశీ వచ్చేస్తారు.
Water bottle. Catch in bar to. Good smell. Yeah, that will be good. It's very expensive actually. Yeah, 3,500 per kg. लग गया ऐसा स्प्राइट डालेगा तो नहीं जाता हाँ इधर है स्प्राइट में आ रहा है स्प्राइट में तक हुआ देखो पानी स्प्राइट आते जा रही है अब जाने की वीडियो तो मेरे वाला नसना തേനീച്ച കിളിക്കൂടാന്നോ ആ തേനീച്ച വലുതുണ്ട് നമ്മളിത് അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോട്ടേജിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഏകദേശം നമ്മൾ ഇനി ഒരു ജസ്റ്റ് താഴേക്ക് ഇറങ്ങുന്നത് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നേരെ കോട്ടേജിലേക്ക് പോവുക. അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവർ നേരെ ചെക്കൗട്ട് മൂന്നാർക്ക് ഒന്ന് കറങ്ങി കണ്ടിട്ട് നേരെ അവർ എറണാകുളത്തേക്ക് പോവുക. അതാണ് അവരുടെ ഇന്നത്തെ പ്ലാൻ. നമുക്ക് വീണ്ടും ഇന്നൊരു അടിപൊളി ഗ്രൂപ്പുണ്ട്, ഒരു 35 പേരുടെ ഗ്രൂപ്പ്. അവരെ ടൗണിൽ നമ്മൾ ജീപ്പ് സഫാരിയെ കൊടുത്ത് ജീപ്പിലാണ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. അവർക്കും ഇതുപോലെ രാത്രി നൈറ്റ് ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്, ഡിന്നർ പരിപാടികൾ, നാളെ രാവിലത്തെ ട്രക്കിങ്. അതുപോലെ നാളെ രാവിലത്തെ ഒരു ഗംഭീര ട്രക്കിംഗ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ട്രക്കിംഗ്. അത് സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, ഒരു ഗ്രൂപ്പ് ട്രക്കിംഗ്. അപ്പോൾ ഈ മൂന്നാർ വരുമ്പോൾ ഇതുപോലെ ട്രക്കിംഗ് ഒക്കെ പോകണമെങ്കിൽ അതുപോലെ നല്ല റൂംസിൽ ചെറിയ ബഡ്ജറ്റിൽ താമസിക്കാനൊക്കെ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ ഗംഭീര ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അങ്ങനെ പോയി അടിപൊളിയാക്കിയിട്ട് വരാം മൂന്നാർ ട്രിപ്പ്. അതുകൂടെ പുല്ല് പിടിച്ച് ചുമ്മാ കാട് കയറി കിടക്കുന്നതൊക്കെ. Yes, how are you feeling? It's very adventurous. I'm feeling hungry, sir. You will post this video on your